ഹായ് ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് ഹർഷ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ലൈബ്രറിയുടെ ഇൻസൈഡാണ് കേട്ടോ. നമ്മളോട് ഒപ്പം ഉള്ളത് ആര്യയാണ്. നമുക്ക് ആര്യയുടെ ഹർഷയിലെ എക്സ്പീരിയൻസ് ഒന്ന് ചോദിച്ചു നോക്കിയാലോ. ആര്യ എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ കണ്ണൂരിൽ നിന്നാണ്. കണ്ണൂർ എവിടെ നിന്നാണ് വരുന്നത്? തലശ്ശേരി ഭാഗത്തു നിന്നാണ് വരുന്നത്. എങ്ങനെയുണ്ട് നമ്മുടെ കോളേജിൽ വന്നതിന് ശേഷം ക്യാമ്പസ് ലൈഫൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല, നല്ല പ്രതീക്ഷിച്ച പോലെയൊക്കെ തന്നെയാണോ? പ്ലസ് ടു കഴിഞ്ഞ് ക്യാമ്പസ് ലൈഫൊക്കെ പ്രതീക്ഷിച്ച പോലെ തന്നെയാണോ? പ്രതീക്ഷിച്ച പോലെ തന്നെയാണ്. എങ്ങനെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല, നല്ല ഫാക്കൽറ്റീസ് എല്ലാം നല്ല. ഇപ്പോൾ കറന്റ് ഏത് ഇയറിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാനിപ്പോൾ ഫസ്റ്റ് ഇയർ സെക്കൻഡ് സെം ആണ്. ബി സി എ സെക്കൻഡ് സെം പഠിച്ചുകൊണ്ടിരിക്കുന്നു. സ്റ്റാർട്ട് ചെയ്തതേ ഉണ്ടാവുള്ളൂ. എങ്ങനെയുണ്ട്? ഫാക്കൽറ്റീസ് ഒക്കെ എങ്ങനെയാണ്? നല്ല ഫ്രണ്ട്ലിയാണ്. നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ വന്നു കഴിയുമ്പോൾ എനി ടൈം ക്ലാരിഫൈ ചെയ്യാൻ പറ്റുമോ? അതോ ക്ലാസ് കഴിഞ്ഞ ശേഷം ക്ലാരിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. മൊത്തത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ ഞാൻ നോക്കിയപ്പോഴേ ലൈബ്രറി കാര്യങ്ങളൊക്കെ അത്യാവശ്യം ബിഗ് സൈസിലാണ്. നിങ്ങൾക്ക് ഇതൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഇന്ന ടൈം ഉണ്ടോ? അതോ? അതെ, ഓരോ ടൈം ടേബിളിൽ ഓരോ ദിവസവും ലൈബ്രറി എന്ന് പറഞ്ഞ പീരീഡ് അങ്ങനെയുണ്ടല്ലേ. ഓക്കെ. അപ്പോൾ ആര്യ എങ്ങനെയാണ് നമുക്ക് ട്രാവലിംഗ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? ഈസി ആണോ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത്? നാട്ടിൽ നിന്ന് ബസ്സുണ്ട്, ട്രെയിനുണ്ട്. ഇവിടുന്ന് ഞാൻ അറിഞ്ഞൊരു 20 മിനിറ്റ്സ് ഒക്കെ ഉള്ളൂ. റൈറ്റ് ആണോ? 20 മിനിറ്റ്സ് ഒക്കെ ആണോ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊക്കെ ഉള്ളത്? അതെ, നെലമംഗലിൽ നിന്നുണ്ട്, കിഷൻപൂരിൽ നിന്നുണ്ട്. രണ്ട് വഴി ഇവിടെ 20 മിനിറ്റ്സ് ഒക്കെ മാക്സിമം, അല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവറിനുള്ളിലല്ലേ? ഓക്കെ. പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് മലയാളി സ്റ്റുഡൻസ് ഒക്കെ വരുന്ന സമയത്ത് കോളേജിൽ പുറത്തു പോയി പഠിക്കുക എന്ന് പറയുമ്പോൾ റാഗിങ് ഇഷ്യൂസ്, സേഫ്റ്റി ഇഷ്യൂസ് ഒക്കെ മെയിനായിട്ട് പാരന്റ്സ് കൺസിഡർ ചെയ്യുന്ന കാര്യം. എങ്ങനെ ഇവിടെ റാഗിങ് ഒക്കെ ഉണ്ടോ? ഇല്ല, ഇവിടെ റാഗിങ് എന്ന് പറഞ്ഞ സംഭവമേ ഇല്ല. ഒന്നുമില്ല. സീനിയേഴ്സ് ഒക്കെ പക്ക ഓക്കെയാണ്. ഒരു നല്ല ഫ്രണ്ട്ലി ആണ്, പ്രശ്നമൊന്നുമില്ല. സേഫ്റ്റി ഒക്കെ എങ്ങനെയാണ്? നല്ല സേഫ്റ്റിയാണ്. നമ്മുടെ ഇവിടെ നമ്മുടെ ക്യാമ്പസിനകത്ത് തന്നെ ഹോസ്റ്റലും ഫുഡും മറ്റേ മെസ്സൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. 2 ക്യാൻറ്റീനും മെസ്സൊക്കെ. നിങ്ങൾ അതാണോ യൂസ് ചെയ്യുന്നത്? ആര്യ ഏതാ യൂസ് ചെയ്യുന്നത്? കഫ്റ്റീരിയ ഉണ്ട്, ക്യാൻറ്റീൻ ഉണ്ട്. ഹോസ്റ്റൽ ഈ ഹോസ്റ്റലാണോ യൂസ് ചെയ്യുന്നത്? അല്ല, ഞാൻ പുറത്ത് PG ആണ്. എന്ത് പറ്റി പുറത്തെടുക്കുക? അവിടെ ഫില്ലായി പോയതുകൊണ്ട് ഇവിടെ ഫില്ലായി പോയിട്ട്. ഓക്കെ. അപ്പോൾ എങ്ങനെ ട്രാവലിംഗ് എങ്ങനെയാണ് വരുന്നത്? പുറത്ത് ബസ് ഉണ്ട്, കോളേജ് ബസ് ഉണ്ട്. എക്സ്ട്രാ പേയ്മെന്റ് കൊടുത്ത് കോളേജ് ബസ് യൂസ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഓവറോൾ എക്സ്പീരിയൻസ് ഗുഡ് ആയിരുന്നു? കുഴപ്പമൊന്നുമില്ല. ഓക്കെ. പിന്നെ എങ്ങനെയാ നമ്മുടെ ഹർഷ ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി അറിഞ്ഞത് എങ്ങനെയാണ്? ഏജന്റ് വഴിയാണ്. ഫുൾ പ്രൊസീജിയർ ഏജന്റ് വഴിയാണോ അതോ ഡയറക്റ്റ് വിസിറ്റ് ചെയ്ത് കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം ഏജന്റ് ത്രൂ അഡ്മിഷൻ എടുത്തു? ഓക്കെ. അപ്പോൾ എനിവേ താങ്ക് യു. സോ ഗൈസ്, നമ്മുടെ ഹർഷ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾക്കും അഡ്മിഷൻ നേടാം. 2025 അഡ്മിഷൻസ് ഓൾറെഡി ഓപ്പൺ ആണ്. സോ അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.